എനിക്ക് പോകാൻ തോന്നല്ലോ. സഹോദര സ്തോത്രം, എങ്ങോട്ടാ? ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലം വരെ പോവാ. ഓ, അമ്മച്ചിയും കൊണ്ട് ആരാധനയ്ക്ക് പോകുമായിരിക്കും. ഡാഡി പോകുന്ന വഴിക്ക് എന്നെ ഗ്രൗണ്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ആ വഴിക്ക് വന്നല്ലടാ പോകുന്നത്. ആ വഴിക്ക് തന്നെയാ ഡാഡി. നിങ്ങൾ ശരണാലയല്ലേ, അതിന്റെ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ട്. എന്താ പറഞ്ഞേ? ശരണാലയം? അതെന്താ? ഈ നാട്ടിലുള്ള ആളല്ലേ, പ്രായമക്കളെ ഹോസ്റ്റലാ ശരണാലയം. ഡാഡി അമ്മച്ചിനോട് ആക്കാൻ പോവാ. ദോഷവരെ കുഞ്ഞിനെ കാണിക്കുന്നത്? നിങ്ങളാരാ? മുമ്പേ അത് പറ. ഞാൻ യോഹന്നാൻ അപ്പോസ്തലനാ, യേശുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ. ആരായാലും കൊള്ളാം, ഞങ്ങളുടെ കുടുംബമായിരുന്നു നിങ്ങൾ ഇടപെടും. വീട്ടിൽ ഞങ്ങൾ എല്ലാരും ബിസിയാണ്. വീടും ജോലിയും ട്യൂഷനും ഇവന്റെ കോച്ചിങ് ഒക്കെയായി ആകെ തിരക്കില്ല, ഒന്നിനും സമയമില്ലെന്ന്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ അമ്മച്ചിയാണെങ്കിലും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പും അല്ല. ഒഴിവാക്കുന്നത് അമ്മച്ചൊന്നും ഉണ്ടായിരുന്ന എന്റെ മോനെ, അമ്മച്ചിയല്ലേ? ഇങ്ങനെയൊക്കെയാണോ അമ്മച്ചിയോട് സംസാരിക്കുന്നത്? നിനക്ക് നന്മ ഉണ്ടാകുവാണ്. ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാണ്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനല്ലേ വചനം പറയുന്നത്. ഈ പുരാണ സമയം സമയമേ ഇല്ല, എനിക്കിന്ന് സൺഡേ സ്കൂളൊന്നും ഇല്ലേ മോനെ? അതൊക്കെ അടുത്ത ആഴ്ച ഉണ്ടല്ലോ ഉപദേശി. ഞങ്ങളുടെ ഇന്നത്തെ മാച്ച് ഫൈനൽ മാച്ചാ. ഞാൻ എന്ത് തകർക്കും. ചുമ്മാ ഇവിടെ നിൽക്കാൻ നമ്മുടെ മാച്ചാണ് നമ്മളെ ഉപദേശി. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്, എന്തൊക്കെയായി കാണുന്നത്. എന്റെ കാലത്തേക്കാൾ വഷളായ ലോകമാണല്ലോ ഇത്. ചാക്കോച്ചായോ, ഇത് ഞാനാ, ബ്രോക്കർ രാജു. അതെ, ഞാൻ വിളിച്ചതേ. അച്ഛാ ഒരു മിനിറ്റ്. എന്താ വലിയപ്പേത്? നിങ്ങളുടെ മുഖത്ത് കണ്ണില്ലേ? ഫോണിൽ സംസാരിച്ച് കണ്ടുകൂടെ എനിക്ക്? നിക്ക്, ഇതൊന്ന് തീരട്ടെ. അച്ഛാ, പറ അച്ഛാ. പിന്നെ മോളുടെ കല്യാണക്കാര്യം പറഞ്ഞില്ല, നല്ല ഒന്നാമതൊരു ചെറുക്കനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് നടത്താം. അച്ഛാ, എന്താ അച്ഛാ? ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്നോ? സാമ്പത്തികമോ? അച്ഛൻ്റെ സാമ്പത്തികമോ എനിക്ക് അറിഞ്ഞുകൂടായോ? അതിനൊട്ടും കുറവില്ല. ചെറുക്കന്റെ ഫാമിലിയെ മൊത്തത്തിൽ യുഎസില, ഭയങ്കര തറവാടിയാളോ. അച്ഛാ, എന്താ അച്ഛാ? ആത്മീകമോ? എന്റെ പൊന്നെ ചാക്കോച്ചായ, ഇന്നത്തെ കാലത്ത് രണ്ടും കൂടെ വലിയ പാടാ. ചാക്കോച്ചായൻ തന്നെ തീരുമാനിക്കാൻ, ആത്മീകം വേണോ അതോ കൊച്ചിന് ബുദ്ധിമുട്ടില്ലാതെ യുഎസിലെത്തണം. ഈ ആത്മീക എന്നൊക്കെ പറയാൻ എളുപ്പാ. ഇച്ചിരി ഒന്ന് കണ്ണടച്ചാല് കൊച്ചിന് ബുദ്ധിമുട്ടില്ലാതെ യുഎസിലെത്താം. അച്ഛനും അമ്മമ്മയ്ക്ക് പെതുക്കി അങ്ങ് പോവുകയും ചെയ്യാം. ഈ ആത്മീകം എന്ന് പറയുന്നത് 3 നേരം ടേബിളിൽ എടുത്തു വെക്കാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ. അച്ഛൻ ആലോചിച്ചിട്ട് പറ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, ഏറ്റെന്നാ തോന്നുന്നു. 4 കാശ് കിട്ടാനുള്ള ഗോളാണ്. അയ്യോ, ജീവിക്കാനുള്ള ഓരോ പാടുകള്. 1-2 പേരെ കൂടി ഒന്ന് വിളിച്ചു നോക്കാം. ആരെങ്കിലും നമ്മുടെ വലയെ വീണാലോ. മീറ്റിംഗ് കഴിഞ്ഞ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? അതെ അപ്പച്ച, നല്ല മീറ്റിംഗ് ആയിരുന്നു, അനുഗ്രഹമായിരുന്നു, വളരെ നല്ല ദൂതുമായിരുന്നു അപ്പച്ച. അന്ന് മക്കളെ ഹലോ
ഹലോ ഇതെന്താ കട്ടായോ? ഇവിടുന്ന് വല്യപ്പനെ കാണാനില്ലല്ലോ. എന്ത് പറ്റിയ സിസ്റ്റർ, എന്തിനാ കരയുന്നേ? ഇന്ന് ചർച്ചിൽ പോയി ഇന്ന് ചേച്ചിമാരെ കാണുന്നില്ല. അവർ ആരാധനയ്ക്ക് പോയതാ. ഞാൻ എല്ലായിടവും പോയി നോക്കി. കുറച്ച് വിശ്വാസികൾ മാത്രമാണ് അവിടെ. അവരും കാണാതെ മറ്റുള്ളവരെ നോക്കി നടക്കാവും. കരയാതിരിക്കും സിസ്റ്റർ, അവര് വല്ല ഷോപ്പിങ്ങിന് പോയതോ? ഇന്ന് ചേച്ചിമാർ ആരാധനയ്ക്ക് എങ്ങും പോയില്ല. ആരാധന കഴിഞ്ഞ എന്നെ മുമ്പ് വിളിച്ചതാ. ഞാൻ ഇന്ന് പോയില്ല. ഓ, ഞാൻ ഫോണിൽ അറിഞ്ഞപ്പോഴേ 2 സിസ്റ്റർമാർ വന്ന് ഇവിടെ ഒരു വല്യപ്പനോട് കാര്യം പറയുന്നുണ്ട്. ഇനി അത് അവരായിരിക്കുന്നു എന്തോ. ഇവിടെ വല്യപ്പന്റെ വടിയല്ലേ ഇത്? പുള്ളിക്കാരുടെ ഡ്രസ്സുകളുണ്ടല്ലോ. ഇതെന്താ മാജിക്കോ? സിസ്റ്റർ നോക്ക്, ഇവിടെ കുറെ വെള്ള ഡ്രസ് കിടക്കുന്നു. അയ്യോ, ഇതെന്റെ ചേച്ചിമാരാണല്ലോ. കർത്താവേ, അവര് എവിടെ പോയി? എനിക്ക് വയ്യ. സിസ്റ്റർ ഒരു മിനിറ്റ്. എന്നാടി